നമസ്കാരം. കമ്പിൻ മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂൾ +1 വിദ്യാർത്ഥി ഭവത് മാനവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. MSFന്റെ നേതൃത്വത്തിൽ സ്കൂളിന് മുൻപിൽ അനിശ്ചിതകാല സമരം തുടങ്ങി. കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം KSU സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വവും രംഗത്ത് വന്നിട്ടുണ്ട്. പ്രതിഷേധം വിവിധ കോണുകളിൽ പുകയുന്നതിനിടെ അധ്യാപകർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തി. ഗുണ്ടകളെപ്പോലെ അധ്യാപകർ തങ്ങളെ കൈകാര്യം ചെയ്യുന്നുവെന്നും ഫിസിക്സ് ലാബ് ഇടിമുറിയാണെന്ന് അധ്യാപകർ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും വിദ്യാർത്ഥികൾ പോലീസിന് മൊഴി നൽകി. സ്കൂളിൽ അധ്യാപകരിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ക്രൂരതകളാണ് വിദ്യാർത്ഥികൾ മാധ്യമങ്ങളോടും കേസ് അന്വേഷണം നടത്തുന്ന പോലീസിനോടും വെളിപ്പെടുത്തിയത്. ക്ലാസ് മുറികളിൽ നിന്നും അച്ചടക്കത്തിന്റെ പേരിൽ മാനസികമായും ശാരീരികമായുള്ള പീഡനങ്ങൾ പതിവാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. സ്റ്റാഫ് റൂമിലേക്ക് ഒറ്റയ്ക്ക് വിളിച്ചു വരുത്തി അധ്യാപകർ കൂട്ടത്തോട് അപമാനിക്കുന്നത് പതിവാണ്. സ്കൂളിലെ ഫിസിക്സ് ലാബ് ഇടിമുറിയാണെന്നും അവിടെ കയറ്റി മർദ്ദിക്കുമെന്നും അധ്യാപകർ ഭീഷണിപ്പെടുത്താറുണ്ട്. ഒരു ദയയും ഇല്ലാതെയാണ് അധ്യാപകർ പെരുമാറുന്നതെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. ഇക്കാര്യം തന്നെയാണ് കുട്ടികളുടെ രക്ഷിതാക്കളും ആരോപിക്കുന്നത്. നേരത്തെ സ്കൂൾ അധ്യാപകരുടെ പെരുമാറ്റത്തിലെ അപാകതകൾ പ്രിൻസിപ്പലിനോടും മറ്റും ചൂണ്ടിക്കാട്ടിയെങ്കിലും നടപടിയെടുക്കാൻ തയ്യാറായില്ല എന്നാണ് മുസ്ലിം ലീഗ് പ്രാദേശിക നേതൃത്വം പറയുന്നത്. കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ സന്ദർശിച്ചതിനു ശേഷം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ജനുവരി 7-നാണ് കമ്പിൽ സ്വദേശിയായ ഭവത് മാനവ് സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ ജീവനൊടുക്കുന്നത്. അധ്യാപകരുടെ പീഡനത്തിൽ മനം നൊന്താണ് ആത്മഹത്യയെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. പഠനത്തിൽ പിന്നോക്കം നിന്നതിനും നീട്ടി വളർത്തിയ മുടി മുറിക്കാൻ ആവശ്യപ്പെട്ടും അധ്യാപകർ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു എന്നായിരുന്നു ആരോപണം. മറ്റു കുട്ടികളും സമാനമായ അനുഭവം ഉണ്ടായതായി പറയുന്നുണ്ട്. സ്കൂളിന്റെ വിജയശതമാനം നിലനിർത്താനും സൽപ്പേര് നഷ്ടമാകാതിരിക്കാനുമാണ് അധ്യാപകരുടെ ഈ പെരുമാറ്റമെന്നാണ് വിശദീകരണം. എന്നാൽ അത് അതിരുവിടുന്നുവെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി. വീട്ടിലെത്തി പരാതി പറഞ്ഞാൽ രക്ഷിതാക്കൾ പോലും വിശ്വസിക്കാത്ത വിധം അവരോട് മറ്റൊരു രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതെന്നും വിദ്യാർത്ഥികൾ കുറ്റപ്പെടുത്തുന്നു. സംഭവം വിവാദമായതിനെ തുടർന്ന് പ്രതിഷേധം അലയടിക്കുമ്പോഴും വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ ഇടപെടാത്തതിൽ ദുരൂഹതയുണ്ടെന്ന് പ്രദേശവാസികളും രക്ഷിതാക്കളും പറയുന്നു.